അതുകൊണ്ട് ലത്തീൻ സഭ എപ്പോഴും ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അവരുടെ സ്ഥാനാർത്ഥി വേണം എന്ന് പറയാറുണ്ട്. ഹൈബി ഈഡൻ, അതുപോലെ നേരത്തെ ജോർജ് ഈഡൻ, ഇങ്ങനെ ലത്തീൻ കെ.വി. തോമസ്, ഇങ്ങനെ ലത്തീൻകാർ അവർക്ക് വേണ്ടി അവരുടെ ഒരു പ്രധാനപ്പെട്ട മേഖലയായിട്ടാണ് അവർ എറണാകുളവും ആലപ്പുഴയും തിരുവനന്തപുരത്തെ മേഖലയും ഒക്കെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ ഏറ്റവും കുറവ് വോട്ട് BJPക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്ഥലമാണ് എറണാകുളം. 6% വോട്ടേ ഇവിടെ കിട്ടിയിട്ടുള്ളൂ. മലപ്പുറത്തിനേക്കാൾ കഷ്ടമാണ് എറണാകുളം BJPയെ സംബന്ധിച്ചിട്ട് ബാലികറാമല്ല. അതിന് പ്രധാനപ്പെട്ട കാരണം തന്നെ ലത്തീൻ സഭ ഒരു കാരണവശാലും ഈ BJP ആയിട്ടുള്ള ബന്ധം അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് UDFന് ലത്തീൻ സഭയെ അവഗണിക്കാനും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഈ മേയറുടെ കാര്യത്തിൽ ലത്തീൻ സഭയുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കേണ്ടി വരും. അതേസമയം ഈ രാഷ്ട്രീയത്തിൽ ഈ സാമുദായികത, മതം, നമുക്കൊരു നല്ല മേയറെ വേണം, അതിന് വേണ്ടത്ര മെറിറ്റുള്ള ഒരു കാൻഡിഡേറ്റ് കോൺഗ്രസിൻ്റെ കൂട്ടത്തിൽ ഇന്നയാളാണോ, ആ ചർച്ചയെല്ലാം നടക്കുന്നത് മതപരമായ അടിസ്ഥാനത്തിലായിരുന്നു ചർച്ച നടക്കുന്നത് എന്നുള്ളത് കഷ്ടമാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നില്ല ലത്തീൻ ബിഷപ്പ് ലത്തീൻ ആളെ ആക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിലെ സംഘടനകളുണ്ടാവും. നേരത്തെ രാമേന്ദ്രൻ പറഞ്ഞ അതിൻ്റെ ശരി. കോൺഗ്രസ്സിലെ ചതുരംഗത്തിൽ ഇയാളെ വെട്ടാൻ ഈ കരു ഉപയോഗിക്കും, കുറച്ച് കഴിഞ്ഞ് ഈ കരു വെട്ടാൻ അടുത്ത കരു ഉപയോഗിക്കും. അങ്ങനെ കളികൾ കോൺഗ്രസ്സില്ല, എല്ലാ പാർട്ടിയിലും അത് ഏതാണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഇത് ആ കളി യഥാർത്ഥത്തിൽ ഒരു കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമല്ല. കാരണം ഒരു കോർപ്പറേഷൻ ഭരിക്കാൻ ഏറ്റവും കഴിവുണ്ടെന്ന് ജയിച്ച പാർട്ടി തീരുമാനിക്കുന്ന ആൾ കോർപ്പറേഷൻ ഭരിക്കുക, അത്രേ ഉള്ളൂ. അതിന് പാർട്ടിയുടെ പിന്തുണ കൊടുക്കുക. എല്ലാ പാർട്ടി അംഗങ്ങളും, കാരണം ഇവരൊരു പാർട്ടിക്കാണല്ലോ ആളുകൾ വോട്ട് ചെയ്തിട്ടില്ലേ, അല്ലെങ്കിൽ ഒരു മുന്നണിക്കല്ലേ വോട്ട് ചെയ്തിട്ടില്ലേ, അവരെ വിശ്വസിച്ചല്ലേ ഭരണം ഏൽപ്പിച്ചിട്ടില്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും എഫിഷ്യൻ്റ് ആയ ആൾ അവിടെ വരണം എന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.